ഹലോ ഗൈസ്, അഭിജയർ ബോക്സിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഷൂ ഊരാൻ മടിച്ചിട്ടാണ് ഞാനിങ്ങനെ കിടന്ന് തുത്തേ കളിക്കുന്നത്. ഊരാൻ പാടാണ്. ഒന്നും പറയാനില്ല. അമ്മ അമ്മ എന്നെ കുത്താൻ വേണ്ടി കത്തി എടുത്തു. എന്താ കാണിക്കണത്? അപ്പൊ നമുക്ക് ഇനി ഫുഡ് അടിക്കാം. വൈ നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഖാന പീന ലുക്കല്ലേ വൈ ഫുഡ് കുറെ ദിവസം ഫുഡ് കഴിച്ചിട്ടേ. ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കി. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് ചമ്മന്തി. എന്ത് ചമ്മന്തിയാണ്? കൊഞ്ചി ചമ്മന്തി. ഇത് പപ്പട ചമ്മന്തി. ഇതാണ് പപ്പട ചമ്മന്തി. പപ്പട ചമ്മന്തി നമ്മൾ ഒരു സ്പൂൺ എടുക്കാള് കേട്ടല്ലേ, കൂടുതൽ എടുക്കരുത്. നമ്മൾ പപ്പട ചമ്മന്തി അല്ല, ഡയറ്റ് തേങ്ങയുടെ പ്രോട്ടീനാണ്. ഇത് നമ്മൾ ഉണക്കിയെടുത്ത കരുവാടാണ്. ഇതിൽ ഒരു മായമോ ഒന്നുമില്ല. മുത്തോലി ഫ്രൈ ഇത് കഴിക്കുന്നില്ല, പക്ഷെ കാണിച്ചതാണ്. ഇത് നമ്മൾ കഴിക്കില്ല. അത് എനിക്കുള്ളതല്ല, നമ്മൾ അത് കഴിക്കരുത്. ഇത് പ്രകൃതി രമണീയമായ ക്യാബേജ് തോരനാണ് ഗൈസ്. പിന്നെ സോറി, ക്യാരറ്റ് തോരൻ. ഇത് ഞാൻ കഴിക്കാറില്ല. ഞാൻ ക്യാരറ്റ് കഴിക്കില്ലല്ലോ, ഞാൻ പച്ചക്കാണ് കഴിക്കും. പിന്നെ നമ്മൾ കുത്തരി ചോറാണ് കഴിക്കാൻ പോകുന്നത്. സോറി, ബിരിയാണി ചോറ്. നമ്മളെ നാട്ടിൽ ഇതിനെ നമ്മൾ ബിരിയാണി അരി എന്ന് പറയും. സോറി ചേച്ചി, അരി മാറിപ്പോയി. ഇതെന്താ അരി? ലൈവല്ല, വ്ളോഗ് യൂട്യൂബിൽ വരും. ചോറും ചമ്മന്തിയും ചിക്കനുമാണ്. വേണ്ട, കുറച്ച് ചോറ് മതി. ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ കേട്ടോ. ഇനി ഇതാണ് ഇത് വേറെ അറിഞ്ഞൂടാ ചേച്ചി. ഇത് നമ്മുടെ നാട്ടിൽ കോവയ്ക്ക എന്നറിയപ്പെടും, വിഴുക്ക്. ഞാനിത് കഴിക്കില്ല കേട്ടോ. പിന്നെ ഉള്ളത് എന്താ? പുളിശ്ശേരി. നല്ല മായൊന്നും ഇല്ലാത്ത മാങ്ങ മാത്രം പിഴിഞ്ഞുണ്ടാക്കുന്ന പുളിശ്ശേരിയാണ്. മാങ്ങ പക്ഷെ മായ ഇല്ലാത്ത മായമല്ല, മാനമല്ല. ഇത്ര ഉള്ള ആച്ചി. ചോറ് കൂടുതലും ചിക്കൻ കറി കുറവും. ചിക്കൻ പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ. പപ്പട ചമ്മന്തി, അച്ചാർ, സോറി ചോരൻ, ചോരൻ എന്ന് തോരൻ. പിന്നെ കുറച്ച് ലേശം തൈര്. പോണത് എന്തിനാ പോകുന്നത്? പിള്ളേർക്കല്ലേ? എനിക്കൊരു സാധനം വാങ്ങാനെന്ന് പറയാം. ഞാനിന്ന് ഒരു വിലയേറിയ ഒരു സാധനം 2 മേടിക്കുമ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ 25 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണം, നമ്മൾ കിട്ടുന്ന പൈസകളെല്ലാം ശേഖരിച്ച് നമ്മൾ വെക്കണം. ഞാൻ അന്ന് തൊട്ട്, ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ 1 രൂപ വെച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാനിന്ന് അത് കുടുക്ക പൊട്ടിച്ച് ഞാനൊരു സാധനം മേടിക്കാൻ പോവുകയാണ്. ലുലു പോയിട്ട്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. എന്താണ് കണ്ട ചേച്ചി ഭയങ്കര ഇതിലിരിക്കുകയാണ്. കാരണം ഞാൻ ഇത്രയും കഴിവുള്ളവനാണെന്ന് കൂടെ അറിഞ്ഞപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ചേച്ചിക്ക് അറിഞ്ഞുകൂടെ എന്തിനാണ് പോണതെന്ന്. ഞാനത് വിളിച്ചുകൊണ്ടാണ് സർപ്രൈസ് ആണ്. അപ്പം എക്സൈറ്റ്മെൻ്റ് ആണ്. ആപ്പിൾ തന്നിട്ട് പോലെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം എൻ്റെ ഇത്രയും വർഷത്തെ അത് ഞാൻ പറയില്ല, പക്ഷെ അത് അങ്ങനെ വെളിയിൽ പറയാൻ പാടില്ല. കഷ്ടപ്പാട് കൊണ്ട് ഞാൻ ഇന്ന് 2 സാധനം മേടിക്കാൻ പോയിരുന്നു. അത് 2 സാധനം. അപ്പം ലുലു മാളിൽ പോകാം. കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. അപ്പം നേരെ ലുലുവിലോട്ട് പോവേണ്ട സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഞാൻ തള്ളണേന്നില്ല, ഞാൻ അത് എടുക്കും എന്ന് വെച്ചാൽ എൻ്റെ ഇത്രയും വർഷത്തെ കുറച്ച് കഷ്ടപ്പാട് അതായതുകൊണ്ട്
എനിക്കത് എങ്ങനെയും എടുത്തേ പറ്റൂ. മനസ്സിലായില്ലേ? നിങ്ങളും അനാവശ്യമായിട്ട് പൈസയൊന്നും കളയരുത്. സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ആവശ്യത്തിനൊക്കെ എടുക്കാം. മനസ്സിലായോ? ഞാൻ എൻ്റെ ഒരു 5-6 കൊടുക്ക ഞാൻ പൊട്ടിച്ച്. അങ്ങനെയാണ് ഞാൻ ഈ സേവിങ്സ് എടുത്ത്. അത് ഞാൻ അവിടെ വാങ്ങുമ്പോൾ ഞാൻ കാണിച്ചത് എത്ര മാത്രം കിട്ടിയത് കേട്ടാ. കാശ് കൊടുക്കണത് ഞാൻ കാണിച്ചു കൊടുക്കണം. അപ്പം ഞാനത് അവിടെ വാങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഒടുവിൽ അങ്ങനെ ലുലു മാൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇതിൽ ഭയങ്കര സൗണ്ട്. മൈക്ക് വയ്ക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. രണ്ട് ഐപാഡ് മിനി എടുക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അതും നമ്മുടെ ഷമീർക്കയുടെ. നമുക്ക് ഈ ഫോണ് തന്നത് ഷമീർക്കയല്ലല്ലോ. ഫോണ് തന്ന ഷമീർക്കയല്ലല്ലോ. ചേച്ചിയുടെ മിക്ക സാധനങ്ങളും പുള്ളിയാണ് തന്നല്ലേ. അപ്പോൾ നമ്മൾ ലുലു മാൾ എത്തി ഗൈസ്. ഇല്ല സമയമില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഞാനല്ലേ മേടിക്കണത്. പിന്നെ കിടന്ന് ഞാനാണ് ഗൈസ് മേടിക്കുന്നത്. കാർഡൊക്കെ അതിലൊക്കെ ബാങ്കിൽ പോയി പൈസ മാറി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊടുത്താൽ മതി ഗൈസ്. പിന്നെ യെസ്, ചേട്ടൻ്റെ ഞാൻ പൈസ ക്യാഷായിട്ട് കൊടുത്തിട്ട് ഞാനെനിക്ക് മേടിച്ചു. അങ്ങനെ നമ്മൾ ഇമാജിനിലെത്തി. എനിക്ക് ഈ ഡൈസൻ്റെ ഷോപ്പിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയുമല്ലേ ഇതിലെ ഷോപ്പാണ്. ഇവിടെ നിന്നാണ് നമ്മളിന്ന് സാധനം മേടിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. എപ്പോൾ വന്നാലും ഈ ഫോണുകളെല്ലാം ഞാൻ നോക്കാം ഗൈസ്. അങ്ങനെ ഇമാജിനിൽ ഇരിക്കുകയാണ്. നമുക്ക് സാധനം മേടിക്കാനുള്ള ഷമീറിൻ്റെ ഇതുവരെ വന്നില്ല. അപ്പോൾ ഷമീറിൻ്റെ നമ്മൾ സ്ഥിരം സാധനങ്ങൾ മേടിക്കണം. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഷമീറിൻ്റെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഷമീറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് വന്നിട്ടുള്ള 2 സാധനം എനിക്കത് കൈ കിട്ടുന്നത് വരെ എനിക്ക് ഭയങ്കര ആകാംക്ഷയോടെ ഞാൻ ഇരിക്കുകയാണ്. ഐപാഡ് മേടിക്കാനാണ് ഞാൻ വന്ന സുഹൃത്തുക്കളെ. ഒന്നും പോലും 2 എണ്ണമാണ്. ഷമീറിൻ്റെ ഇതുവരെ എത്തിയില്ല. ഷമീറിൻ്റെ പറഞ്ഞവരെ നമ്മൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ എൻ്റെ 2 സാധനങ്ങൾ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഗൈസ്. അതിന് ഒടുവിൽ നമ്മളങ്ങനെ സാധനം മേടിച്ചിരിക്കുകയാണ്. ചേച്ചിയാണെങ്കിലും ഞാൻ എൻ്റെ ഐഡി കാർഡ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അടിക്കുന്ന ഈ സാധനം ഞാൻ എന്താ പറയുക, എൻ്റെ കൊച്ചുനാൾ തൊട്ട് ഞാൻ കുടുക്കയിൽ പൈസ ഇട്ട് ശേഖരിച്ച് മേടിച്ച 2 സാധനമാണ്. ഒരെണ്ണം മേടിച്ചാൽ പോരാ, 2 എണ്ണം അത് സംഭവിച്ച അത്രയ്ക്ക് വലിയ കൊടുക്കുകയാണ്. ഒന്ന് വീട്ടിൽ യൂസ് ചെയ്യും, മീൻസ് മനസ്സിലായില്ല. അപ്പം എല്ലാം കൂടെ നമുക്ക് അവൻ്റെ തന്നെ കാശ് മേടിച്ചോളൂ. അപ്പൊ ഇനി എല്ലാം സെറ്റിൽ ചെയ്തിട്ട് കുടുക്ക പൊട്ടിക്കണത് ഞാൻ വീട്ടിൽ ചെന്ന് കാണിച്ചു. ഐപാഡ് മേടിച്ചപ്പോൾ ഒരു സെറ്റിൽ ഒരു സ്പ്രേ ഫ്രീ കിട്ടി. പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? അത് ഫ്രീ തരാൻ വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടത് നമുക്കറിയാം. കുറേ നാളുകൊണ്ട് വിചാരിക്കും ഹെഡ്സെറ്റ് മേടിച്ചു. ഇനി ഇത് എവിടെ കൊണ്ട് കുത്തും? വെച്ചോട്ട് നിന്നോ. എല്ലാം ചേട്ടൻ വേണമെന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കേൾക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ചേച്ചി നല്ല വീട്ടിൽ വെച്ച് പറഞ്ഞു. ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഓർമ്മനെ എടുത്ത് ഓർമ്മനെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചോ നീ ഒന്നും പറയാനില്ല. ബില്ല് നമുക്ക് പിന്നെ സംസാരിക്കാം. അത് പൊട്ടിക്കൊരു വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടിക്കാൻ ചാൻസ് കിട്ടും. അത് മുതലാക്കും. ഒന്ന് വീട്ടിലെ ആവശ്യത്തിനും ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനും വേണ്ടി കൊടുത്തത്. ഇതാണ് നമ്മുടെ സാധനം. ഇതിൽ എൻ്റെ ഇരിക്കുന്നത് ഇവിടെ നമ്മൾ സെയിം കളർ ആണ് എടുത്തിരിക്കുന്നത്. സർപ്രൈസ് ആയില്ലേ കാണിയില്ല. ഇനി ബാക്കി സെറ്റ് ചെയ്തിട്ട് ഹലോ ഒക്കെ വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ സാധനം വാങ്ങിച്ചിറങ്ങി സുഹൃത്തുക്കളെ. അങ്ങനെ എൻ്റെ കഷ്ടപ്പാടുള്ള കുടുക്ക പൊട്ടിച്ച് ഞാൻ മേടിച്ച സാധനമാണ്. കുടുക്ക പൊട്ടിച്ച് നമ്മൾ ഐപാഡ് മേടിച്ചിരിക്കുകയാണ്.
ശരി പോയിക്കോ. വീട്ടിൽ പോകും. അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ മൈ കുടുക്ക പൊട്ടിച്ചുള്ള 2 ടാപ്പ് മേടിച്ചതിന്റെ കഥ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയാണ് സുഹൃത്തുക്കളെ. ഇനിയും ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ ബൈ ബൈ.